നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഓഗസ്റ്റ് 16-ാം തീയതി കഴിഞ്ഞാൽ LPG ഗ്യാസ് സിലിണ്ടർ വിതരണം പൂർണ്ണമായിട്ടും നിലയ്ക്കുമോ? ഗ്യാസ് കണക്ഷൻ ബ്ലോക്ക് ആകുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയിലൂടെയൊക്കെ തന്നെ ജനങ്ങളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാന ചോദ്യമാണിത്. ദിനംപ്രതി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ രാവിലെ നമ്മളെല്ലാവരും ഉണരുമ്പോൾ തന്നെ ചായയും കാപ്പിയും ഉണ്ടാക്കുന്നത് മുതൽ രാത്രിയിലെ ഭക്ഷണം വരെ, അത്താഴം കഴിക്കുന്നത് വരെ എല്ലാവിധ പാചക ആവശ്യങ്ങൾക്കും നാം ഒഴിച്ചുകൂടാനാവാത്ത വിധം ആശ്രയിക്കുന്നത് ഇന്നത്തെ കാലത്ത് LPG സിലിണ്ടറുകളെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം മുതൽ ഈ ഗ്യാസ് കണക്ഷൻ ബ്ലോക്ക് ആകും, അല്ലെങ്കിൽ ഇനി പുതിയ സിലിണ്ടറുകൾ വിതരണം ചെയ്യില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരിലും കുടുംബങ്ങളിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ ഭീതിയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം വാർത്തകൾ പൂർണ്ണമായും ശരിയാണോ, അതോ അതിശയോക്തി കലർന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രമാണോ എന്ന് നാം വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഇലക്ട്രോണിക് KYC പുതുക്കൽ പ്രക്രിയ അത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സർക്കാരും കമ്പനികളുമൊക്കെ ഇത് നിർബന്ധമാക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയെല്ലാം നമുക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? ഇതിനെക്കുറിച്ചുള്ള സമ്പൂർണവും കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു KYC എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നാം ആദ്യം തന്നെ മനസ്സിലാക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുവാനും മറക്കരുത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു KYC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. KYC അഥവാ ഇലക്ട്രോണിക് KYC, അതായത് നോ യുവർ കസ്റ്റമർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ്റെ യഥാർത്ഥ ഉടമ ആരെന്ന് ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ആധാർ വിവരങ്ങളിലൂടെയും ഒക്കെ തന്നെ നേരിട്ട് സ്ഥിരീകരിക്കുന്ന തികച്ചും സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ ബാങ്കുകളിൽ പുതിയ അക്കൗണ്ടുകളൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴും പുതിയ മൊബൈൽ സിം കാർഡുകളൊക്കെ തന്നെ എടുക്കുമ്പോഴും ആധാർ രേഖകളും ബയോമെട്രിക് വിവരങ്ങളുമൊക്കെ നൽകി KYC പൂർത്തിയാക്കുന്നത് പോലെ തന്നെയാണ് ഈ LPG ഗ്യാസ് കണക്ഷനുകളിലുമൊക്കെ തന്നെ ഈ ഒരു സ്ഥിരീകരണം നടപ്പിലാക്കുന്നത്. LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ കരിഞ്ചന്തയിലെ വിൽപ്പന തടയുക, അതോടൊപ്പം തന്നെ വ്യാജ പേര് വിവരങ്ങൾ നൽകിക്കൊണ്ട് എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് കണക്ഷനുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും റദ്ദാക്കുക, അർഹരായിട്ടുള്ള യഥാർത്ഥ ഉപഭോക്താക്കളിലേക്ക് മാത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് എത്തിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരും പൊതുമേഖലാ ഗ്യാസ് കമ്പനികളും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യയിലുടനീളമുള്ള പ്രമുഖ LPG കമ്പനികളായിട്ടുള്ള ഇൻഡെയിന്, അതോടൊപ്പം തന്നെ HP, ഭാരത് ഗ്യാസ് എന്നിവയിലേക്ക് തന്നെ എല്ലാത്തരം ഉപഭോക്താക്കൾക്കും ഈ ഒരു KYC പുതുക്കൽ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും PM ഉജ്ജ്വല യോജന, PMUY പദ്ധതി വഴി സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചവരും നിലവിൽ പ്രതിമാസം LPG സബ്സിഡി കൈപ്പറ്റുന്നവരും കഴിഞ്ഞ ഏറെ വർഷങ്ങളായി സ്വന്തം വിവരങ്ങളോ വിലാസമോ പുതുക്കാത്തവരുമായിട്ടുള്ള ഉപഭോക്താക്കൾ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ അടിയന്തരമായി പൂർത്തിയാക്കാൻ പ്രത്യേകം ഈ നിമിഷം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിക്കുന്നത് പോലെ KYC ചെയ്യാത്തത് കൊണ്ട് മാത്രം ഒരൊറ്റ രാത്രി കൊണ്ട് രാജ്യവ്യാപകമായിട്ട് എല്ലാവരുടെയും ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്തിവെക്കുമെന്നോ കണക്ഷനുകൾ എന്നേക്കുമായിട്ട് റദ്ദാക്കുമെന്നോ ഉള്ള യാതൊരുവിധ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും ഗ്യാസ് കമ്പനികളോ പെട്രോളിയം മന്ത്രാലയമോ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള സത്യാവസ്ഥ. എന്നാൽ ഭാവിയിൽ LPG സബ്സിഡി തുകകൾ തടസ്സമില്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതിനും പുതിയ സിലിണ്ടർ ബുക്കിംഗ് പ്രക്രിയകളൊക്കെ തടസ്സമില്ലാതെ തുടരുന്നതിനുമായിട്ട് KYC കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുന്നത് എപ്പോഴും ഉചിതമാണ്. കേരളത്തിൽ ഗ്യാസ് ഏജൻസികൾ വഴിയും മറ്റും നിശ്ചിത സമയപരിധികൾ ഇതിനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ ഉപഭോക്താക്കൾ ഈ ഒരു കാര്യം അനാവശ്യമായിട്ട് നീട്ടിവെക്കാതെ വരും ദിവസങ്ങളിൽ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. KYC ചെയ്യാത്തവരുടെ കണക്ഷനുകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കമ്പനികളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി സബ്സിഡി തുക തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ സിലിണ്ടർ റീഫിൽ ബുക്ക് ചെയ്യുമ്പോൾ അത് സാങ്കേതികപരമായിട്ട് തടസ്സങ്ങൾ നേരിടാനോ വലിയ സാധ്യത വളരെ കൂടുതലാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ സ്വന്തം വീട്ടിലിരുന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു KYC പ്രക്രിയ സ്വയം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുമെന്നത് ഇതിൻ്റെ വളരെ വലിയൊരു സവിശേഷതയാണ്. ഇതിനായിട്ട് നിങ്ങൾ ഏത് കമ്പനിയുടെ ഗ്യാസ് കണക്ഷനാണോ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കളാണെങ്കിൽ അവർ ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പും, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് HP പേ എന്ന ആപ്പും, ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്കാകട്ടെ അവർക്ക് ഹലോ BPCL എന്ന ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. ആപ്പ് ഫോണിൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഗ്യാസ് കണക്ഷനിൽ മുൻപ് നൽകിയിട്ടുള്ള രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ സർവീസ് വിഭാഗത്തിൽ കാണുന്ന ആധാർ KYC അല്ലെങ്കിൽ ആധാർ ഓതൻറ്റിക്കേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നൽകിയ ശേഷം ആധാർ ഫേസ് RD എന്ന ആപ്പ് കൂടി ഉപയോഗിച്ച്
നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ഫോണിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു KYC പ്രക്രിയ പൂർണ്ണമായിട്ടും സക്സസ്ഫുള്ളായി പൂർത്തിയാക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് മൊബൈൽ ആപ്പുകൾ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വഴി KYC ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക്, സാങ്കേതികവിദ്യ ഉപയോഗിക്കാനായിട്ട് പ്രയാസമുള്ള മുതിർന്ന പൗരന്മാർക്കുമൊക്കെ തന്നെ നേരിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി സന്ദർശിച്ച് വളരെ ലളിതമായി തന്നെ ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. LPG ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാസ് ഏജൻസിയാണ് ഉദ്ദേശിച്ചത്. അവിടെ അവരുടെ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതുണ്ട്. ഏജൻസി ഓഫീസിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. ഉപഭോക്താവിൻ്റെ ഒറിജിനൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ പകർപ്പ്, നിങ്ങളുടെ LPG കൺസ്യൂമർ നമ്പർ അടങ്ങിയ ഗ്യാസിൻ്റെ പാസ്ബുക്ക്, കൂടാതെ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അടങ്ങിയ ഫോൺ, ഇവയെല്ലാം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാർ അവരുടെ കമ്പ്യൂട്ടറിലോ പ്രത്യേക ബയോമെട്രിക് ഉപകരണത്തിലോ നിങ്ങളുടെ ആധാർ വിവരങ്ങളൊക്കെ തന്നെ എൻ്റർ ചെയ്യുകയും തുടർന്ന് ഫിംഗർ പ്രിൻ്റ്, വിരലടയാളം അല്ലെങ്കിൽ ഐറിസ്, കണ്ണ് സ്കാൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ തികച്ചും സൗജന്യമായി തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഏജൻസികളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു നൽകുന്നതാണ്. ഈ പറഞ്ഞ 2 മാർഗ്ഗങ്ങൾക്ക് പുറമെയായിട്ട് മൂന്നാമതായിട്ട് മറ്റൊരു എളുപ്പവഴി കൂടി പല പ്രദേശങ്ങളിലും ഗ്യാസ് വിതരണ കമ്പനികളൊക്കെ തന്നെ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ എത്തിച്ചു നൽകുന്ന ഡെലിവറി ബോയ്സ് അഥവാ ഡെലിവറി ജീവനക്കാർ വഴിയാണ് ഈ ഒരു സംവിധാനം ലഭ്യമാകുന്നത്. നിലവിൽ ഭൂരിഭാഗം കമ്പനികളും തങ്ങളുടെ ഡെലിവറി ജീവനക്കാരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ KYC ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബയോമെട്രിക് സ്കാനറുകളും ആപ്ലിക്കേഷനുകളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ പുതിയ സിലിണ്ടർ വിതരണം ചെയ്യാനായിട്ട് ജീവനക്കാർ എത്തുമ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ KYC ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് ആധാർ കാർഡ് വിവരങ്ങളും വിരലടയാളവും ഒക്കെ നൽകി വീട്ടുപടിക്കൽ വെച്ച് തന്നെ ഈ ഒരു KYC പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏജൻസിയിൽ പോകാനോ അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാനോ കഴിയാത്തവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ പറഞ്ഞത്. LPG സബ്സിഡി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കേണ്ട എല്ലാ ഉപഭോക്താക്കളും പ്രത്യേകമായിട്ട് ചില പ്രധാന കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ LPG കൺസ്യൂമർ ID-യും നിങ്ങൾ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ ആധാർ നമ്പറും തമ്മിൽ കൃത്യമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടോ, അതായത് ആധാർ സീഡിംഗ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബാങ്ക് രേഖകളിലെ പേരിലെ അക്ഷരത്തെറ്റുകൾ, വിലാസത്തിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യാത്ത അവസ്ഥ എന്നിവയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അറ്റാച്ച് ആകാതെ പെൻഡിങ് ആകാനോ അല്ലെങ്കിൽ റദ്ദാകാനോ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ നിലവിലെ സജീവമായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് ഗ്യാസ് ഏജൻസിയിലും ബാങ്കിലുമൊക്കെ നൽകിയിട്ടുള്ളത് എന്നും ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ടിലോ മൊബൈൽ നമ്പറിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി അപ്ഡേറ്റ് ചെയ്യുന്നത് ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ സിലിണ്ടറുകൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുമൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ നാട്ടിലെ പല വീടുകളിൽ നേരിടുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ് ഗ്യാസ് കണക്ഷൻ ഉടമ മരണപ്പെട്ടതിന് ശേഷവും ആ വിവരങ്ങൾ ഏജൻസി അറിയിക്കാതെ പഴയ ആളുടെ പേരിൽ തന്നെ വർഷങ്ങളോളം ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ തുടർന്നും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കുടുംബത്തിലെ മുൻപത്തെ കാരണവരുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ പേരിലൊക്കെ എടുത്ത കണക്ഷൻ അദ്ദേഹത്തിൻ്റെ മരണശേഷവും കുടുംബാംഗങ്ങൾ പേര് മാറ്റാതെ ഉപയോഗിക്കുന്ന രീതി വ്യാപകമാണ്. എന്നാൽ ഇപ്പോഴത്തെ KYC നിബന്ധന അനുസരിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ വിരലടയാളമോ ഫേസ് സ്കാനിങ്ങോ നൽകാൻ സാധിക്കാത്തതിനാൽ തന്നെ ഇത്തരം കണക്ഷനുകളിൽ KYC പൂർത്തിയാക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, പുതിയ ഉടമയാകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആധാർ രേഖകൾ എന്നിവ സഹിതം ഗ്യാസ് ഏജൻസിയെ സമീപിച്ച് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് ട്രാൻസ്ഫർ നിലവിലുള്ള കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റിയ ശേഷം മാത്രമായിരിക്കും ആ കണക്ഷനിൽ KYC വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനിൽ ഇതിനോടൊപ്പം തന്നെ KYC പൂർത്തിയായിട്ടുണ്ടോ അതോ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാത്തവർക്ക് അത് വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ സൂചിപ്പിച്ച അതത് ഗ്യാസ് കമ്പനികളുടെയൊക്കെ തന്നെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകളിൽ കൺസ്യൂമർ നമ്പറും ഫോൺ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈൽ സെക്ഷനിലോ അല്ലെങ്കിൽ KYC സ്റ്റാറ്റസ് എന്ന വിഭാഗത്തിലോ പരിശോധിക്കാവുന്നതാണ്. അവിടെ KYC കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഗ്രീൻ ടിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും ഈ ഒരു KYC ചെയ്യേണ്ടതില്ല. മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർക്ക് സ്വന്തം ഗ്യാസ് ഏജൻസിയിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കൺസ്യൂമർ നമ്പർ അവർക്ക് പറഞ്ഞു നൽകിയാൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് എന്താണെന്ന് ജീവനക്കാർ സിസ്റ്റം പരിശോധിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൈബർ തട്ടിപ്പുകളെക്കുറിച്ചാണ്. KYC പുതുക്കലിൻ്റെ പേരിൽ വ്യാജ സന്ദേശങ്ങളോ അതായത് SMS വഴി അതുപോലെ തന്നെ അജ്ഞാത വാട്സാപ്പ് ലിങ്കുകൾ വഴിയും വ്യാജ ഫോൺ കോളുകൾ വഴിയൊക്കെ തന്നെ നമുക്ക് പലർക്കും വരാനുള്ള വലിയ സാധ്യതയുണ്ട്. ഗ്യാസ് ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ ആണെന്ന് പറഞ്ഞ് വിളിക്കുന്ന അപരിചിതരായിട്ടുള്ള വ്യക്തികളോട് യാതൊരു കാരണവശാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ നിങ്ങളുടെ ATM കാർഡ് നമ്പറോ പിൻ നമ്പറോ ഫോണിലേക്ക് വരുന്ന OTP-യോ പ്രത്യേകിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ പോലും അവർക്ക് പറഞ്ഞു നൽകരുത്. KYC ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഗ്യാസ് കമ്പനികൾ ഒരിക്കലും നിങ്ങളോട് പണമോ OTP-യോ ഫോണിലൂടെ ആവശ്യപ്പെടാറില്ല. അതിനാൽ കമ്പനികളുടെ ഔദ്യോഗിക ആപ്പുകൾ വഴിയോ നേരിട്ട് ഗ്യാസ് ഏജൻസികളിൽ പോയോ അല്ലെങ്കിൽ വീടുകളിലെത്തുന്ന ഡെലിവറി ബോയ്സ് വഴിയോ മാത്രം ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തുക. LPG KYC എന്നത് നിങ്ങളുടെ കണക്ഷൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും ആനുകൂല്യങ്ങളൊക്കെ തടസ്സമില്ലാതെ ലഭിക്കാനുമുള്ള നടപടിയായതിനാൽ തന്നെ വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാകാതെ കൃത്യമായ മാർഗ്ഗങ്ങളിലൂടെ മാത്രം
അത് എത്രയും വേഗം പൂർത്തിയാക്കാനായിട്ട് എല്ലാ ഉപഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ തുറന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.